ഹലോ ഗൈസ്, വെൽക്കം ടു പാർട്ട് 5. നമ്മൾ നോക്കുന്നത് വൈറസ് ലൈക്കൻസ് ആണ്. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമലും സെപ്പറേറ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് അവിടെ പഠിക്കാം. ഓക്കെ, നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കോണ്ടന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. വൈറോയിഡ്സ്, ബയോൺസ് ആൻഡ് ലൈക്കൻസ്. സോ ഇത് 6 സ്ട്രിപ്പിലേക്ക് ഒരു ക്ലാസിഫിക്കേഷനും ആഡ് ചെയ്തിട്ടില്ല അല്ലെ. പൈപ്പിന്റെ ക്ലാസിഫിക്കേഷനിലൊന്നും 6 സ്ട്രിപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അതേപോലെ തന്നെ ഈ വൈറസ് എന്ന് പറയുന്നത് അവർ സെല്ലില്ലാതാക്കാൻ, വൈറസ് എന്ന് പറഞ്ഞാൽ നോൺ സെല്ലുലാർ വൈറസ്, ഒരു നോൺ സെല്ലുലാർ. അതേപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട്, ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. Inert crystalline structure. Okay. Inert crystalline structure. ഇത് ബോഡിന്റെ പുറമെ, ഔട്ട്സൈഡ് ദി ബോഡി, ഔട്ട്സൈഡ് ദി ബോഡി. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് ദി ബോഡി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി ലിവിങ് സെൽ എന്ന് പറയും. ഓക്കെ, ഔട്ട്സൈഡ് ദി ലിവിങ് സെൽ. Okay, outside the living cell. ആക്ച്വലി ഇവരെന്താ, ഇവര് ട്രൂ ലിവിങ് ആണോ? അല്ല, ഇവര് ട്രൂ ലിവിങ് അല്ല, നോട്ട് ട്രൂ ലിവിങ്. ട്രൂ ലിവിങ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മളിപ്പോ ഒരു സെല്ലാണ്. അപ്പൊ ഈ സെല്ലിനുള്ളിലേക്ക് ഇതൊരു വൈറസ് ആവിചാരിക്കും. ഒരു വൈറസാണ്, ഇതൊരു സെല്ലാണ്. ഈ വൈറസ് ഈ സെല്ലിനുള്ളിലേക്ക് എന്തായി, വൈറസിന് ജീവൻ വെച്ച്. വൈറസ് പുറത്താണെങ്കിൽ എന്താ, വൈറസിന് ജീവനില്ല. ഓക്കെ, അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, സെല്ലിന്റെ ഉള്ളിൽ വൈറസ് എത്തിക്കഴിഞ്ഞാൽ ആ സെല്ലിന്റെ എല്ലാ പ്രോസസ്സും കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, വൈറസ് ആയിരിക്കും. ഓക്കെ, ഒരു സെല്ലിനുള്ളിൽ വൈറസ് എത്തിയാൽ അതിന്റെ എല്ലാ കൺട്രോൾ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക, വൈറസിനായിരിക്കും. അതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവും. ഓക്കെ, സോ ഇപ്പം ഇവിടെ നിന്നാണ് ഈ വൈറസിനെ കണ്ടുപിടിച്ചത്. ആരാണ് വൈറസിനെ കണ്ടുപിടിച്ചത് എന്നൊക്കെ നോക്കിയാൽ നമ്മുടെ ദിമിത്രി ഇവാനോസ്കി. ദിമിത്രി ഇവാനോസ്കി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ദിമിത്രി ഇവാനോസ്കി എന്ന സയന്റിസ്റ്റ് 1892 ചില ടൊബാക്കോ മൊസൈക് വൈറസ്, ടൊബാക്കോ മൊസൈക് ഡിസീസ്, അതായത് ഈ ചില പ്ലാന്റ്സിനകത്ത്, ഈ ടൊബാക്കോ പ്ലാന്റ്സിനകത്ത്, ഇതിപ്പോ ഒരു ടൊബാക്കോ പ്ലാന്റ് ആണ്, ഇതിപ്പോ ഒരു ടൊബാക്കോ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ലീഫിന്റെ അകത്ത് ഒരു പ്രത്യേക തരത്തിൽ മഞ്ഞ കളർ സോ അപ്പം ഈ ദിമിത്രി ഇവാനോസ്കി ഇതെന്താണ് സാധനം എന്നിങ്ങനെ ആലോചിച്ച അങ്ങനെ ഇയാളെന്ത് ചെയ്തൊരു ഈ സാധനത്തിനെ ഫിൽട്ടർ ചെയ്തു. ഈ സംഭവത്തിന് ഒരു ടെസ്റ്റ് ചെയ്ത് വെച്ച് അതിനെ ഫിൽട്ടർ ചെയ്തു. അത് ബാക്ടീരിയ ഫിൽട്ടർ ചെയ്യുന്ന ഫിൽട്രേഷനോടെ കടത്തി. പക്ഷെ ഈ ബാക്ടീരിയ ഫിൽട്ടർ ആണല്ലോ അവിടെ വെച്ച്, ഇതൊരു ബാക്ടീരിയ ഫിൽട്ടർ. ഈ ബാക്ടീരിയ ഫിൽട്ടറിലൂടെ ആര് കടന്നുപോയി, നമ്മുടെ വൈറസ് കടന്നുപോയി. അപ്പൊ ഒരു താഴെ എത്തി. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി, വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയനേക്കാളും സ്മോളസ്റ്റ് ആണ്. ഓക്കെ, വൈറസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനേക്കാളും സ്മോളസ്റ്റ് ആണ്. ഓക്കെ, ആ ടെസ്റ്റ് നമുക്ക് മനസ്സിലായി, വൈറസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനേക്കാളും സ്മോളസ്റ്റ് ആണ്. Virus is smaller than bacteria. Okay, so
അപ്പം ആരാണ് കണ്ടുപിടിച്ചത്? 1892 ഡിമിട്രി ഇവാനോസ്കി എന്ന സയന്റിസ്റ്റ് ടൊബാക്കോ പ്ലാന്റ്സിനോട് ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ട് അങ്ങനെ അയാളത് ടെസ്റ്റ് ചെയ്ത് ഒരു ബാക്ടീരിയ ഫിൽട്ടർ ചെയ്ത സമയത്ത് വൈറസ് താഴത്തോട്ട് പോയി. അപ്പൊ അയാൾക്ക് മനസ്സിലായി വൈറസ് എന്താണ്, സ്മോളർ ദാൻ ബാക്ടീരിയ ആണ്. പിന്നെ ഈ 1898 MW ഹേസൽ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റാണ്. അവരെന്ത് ചെയ്തു, ഈ ഇൻഫെക്ട് ചെയ്ത ടൊബാക്കോ പ്ലാന്റ്സ് ആണ്. അപ്പം ഇതിപ്പോ ഒരു ഇൻഫെക്റ്റഡ് ആയ ഒരു ടൊബാക്കോ പ്ലാന്റ്, ഒരു മഞ്ഞ കളറൊക്കെ, അങ്ങനെ ഒരു ഇൻഫെക്റ്റഡ് അല്ലാത്തൊരു പ്ലാന്റിലേക്ക് ഇതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഫിൽറ്റർ എടുത്തിട്ട് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ഇതിൽ എന്ത് പിടിച്ചു, ഡിസീസ് പിടിച്ചു. അപ്പം MW ബേസിലേക്ക് എന്താ പറഞ്ഞത്, അപ്പം ഇത് ഹെൽത്തിയർ ആയ പ്ലാന്റ്സിലും ഇത് ഡിസീസ് കോസ് ചെയ്യും. അപ്പം ഇതിന്റെ ഫിൽറ്റർ എടുത്തിട്ട് നമ്മൾ ഹെൽത്തിയർ ആയ പ്ലാന്റ്സ് ഇട്ട് കഴിഞ്ഞാലും എന്താവും, അവിടെ ഡിസീസ് കോസ് ചെയ്യും. അങ്ങനെ അയാൾ ഒരു പേരിട്ടു, ഇതൊരു കണ്ടേജിയം വൈവം ഫ്ലൂയിഡമാണ്. കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. ഓക്കെ, സോ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ് ഇതിനെ പറഞ്ഞത്. ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് ആണ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. അപ്പം 1898 MW ബേസിലേക്ക് വന്നു. അയാൾ എന്ത് ചെയ്തു, എഫക്റ്റഡ് ആയ ഒരു പ്ലാന്റിന്റെ അകത്തുനിന്ന് ഫിൽറ്റർ എടുത്തിട്ട് എവിടെ ഇട്ടു, ഹെൽത്തിയർ ആയ ഒരു പ്ലാന്റിൽ ഇട്ടു. അപ്പൊ അതിന് എന്ത് ബാധിച്ചു, ഡിസീസ് വന്നു. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു, ഇത് ഇൻഫെക്റ്റഡ് ആയത് ഹെൽത്തിയർ പ്ലാന്റ്സിലേക്ക് കോസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കണ്ടേജിയം വൈവം ഫ്ലൂയിഡ്, അതായത് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് ആണ്. അതിനുശേഷം MW സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് 1935 MW സ്റ്റാൻലി പറഞ്ഞൊരു സയന്റിസ്റ്റ് 1935 എന്ത് നടത്തി, വൈറസിന്റെ ക്രിസ്റ്റലൈസ്ഡ് സ്ട്രക്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അയാൾക്ക് മനസ്സിലായതാണ് ഈ വൈറസിന്റെ അകത്തൊരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. വൈറസിന്റെ അകത്ത് ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അത് ഒന്നെങ്കിൽ RNA ആവാം, അല്ലെങ്കിൽ എന്താ DNA ആവാം. ഓക്കെ, പക്ഷെ അതേപോലെ തന്നെ DNAയും RNAയും ഒരുമിച്ചുണ്ടാവത്തില്ല. ഓക്കെ, എന്തുണ്ടാവത്തില്ല, DNA ആൻഡ് RNA ഒരുമിച്ച് ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ഒന്നെങ്കിൽ RNA ആവാം അല്ലെങ്കിൽ DNA ആവാം. പക്ഷെ DNA ആൻഡ് RNA ഉണ്ടാവത്തില്ല, ഒരുമിച്ച് ഉണ്ടാവത്തില്ല. ഇപ്പൊ നമ്മൾ ആനിമൽസ് വൈറസ് നോക്കുകയാണെങ്കിൽ അവർക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആണ്. ആനിമൽസിനകത്ത് വൈറസ് കോസ് ചെയ്യുന്ന ആൾക്കാർക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. അതേപോലെ തന്നെ ഡബിൾ സ്ട്രാൻഡഡ് RNA അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA. ആനിമൽസിൽ കോസ് ചെയ്യുന്ന ആൾക്കാർക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, ssRNA പറയും. ഓക്കെ, അതേപോലെ തന്നെ ഡബിൾ സ്ട്രാൻഡഡ് RNA, dsRNA അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA, dsDNA. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തിനെ കാണാം, ബാക്ടീരിയോഫേജ് പറഞ്ഞ ആൾക്കാർ. ഈ ബാക്ടീരിയോഫേജ് പറഞ്ഞാൽ എന്താ, ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന ആൾക്കാർ. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, ബാക്ടീരിയോഫേജ്. അവരെന്താണ്, ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്.
ഓക്കെ. അപ്പം അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ MW സ്റ്റാൻലി എന്താ കണ്ടുപിടിച്ചത്, അവർക്ക് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഒന്നെങ്കിൽ RNA ആവാം അല്ലെങ്കിൽ DNA ആവാം. DNA-യും RNA-യും ഒരുമിച്ച് വരത്തില്ല. ആനിമൽസ് കാണുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ബാക്ടീരിയ ഫേജ് ആണെന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യും. അവിടെ എന്താ ഉണ്ടാവുക, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഉണ്ടാവുക. അതേപോലെ ഇവർക്ക് എന്തുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ അല്ലാതെ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഇവർക്ക് എന്താണുള്ളത്, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതേപോലെ തന്നെ ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, പ്രോട്ടീൻ കോട്ടും ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടീൻ കോട്ടിന് എന്താ വിളിക്കാനറിയാം, പ്രോട്ടീൻ കോട്ടിന് കാസ്പിഡ് എന്നാ വിളിക്കാം, കാപ്സിഡ്. ഓക്കെ, കാപ്സിഡ് എന്നാണ് പ്രോട്ടീൻ കോട്ടിനെ വിളിക്കാം. ഇത് എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അത് ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ട് ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിക് ആസിഡ് കോർ. ഓക്കെ, ന്യൂക്ലിക് ആസിഡ് കോറിനെയാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആര് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഈ കാപ്സിഡ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ കാപ്സിഡ് നേരത്തെ ഇതിനെ കൊണ്ടാണ് കാപ്സിഡ് ഉണ്ടാക്കിയത്, കാപ്സോമിയേഴ്സിനെ കൊണ്ടാണ്. കാപ്സോമിയേഴ്സ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഈ കാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്ത് ഒന്നെങ്കിൽ ഹെലിക്കലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പോളിഹെഡ്രൽ, അല്ലെങ്കിൽ ജോമെട്രിക് ഫോംസ് ആയിരിക്കാം. ഓക്കെ, സോ നമുക്ക് ഫിഗർ ഉണ്ട്, ഫിഗർ നോക്കാം. സോ ഇതാണെങ്കിൽ ഇതിൽ കാണുന്ന ഓരോരോ സിംഗിളൈസ് ആണെങ്കിൽ അതാണെങ്കിൽ കാപ്സോമിയർ. ഈ കാപ്സോമിയർ കൂടി ചേർന്നുണ്ടായി കാപ്സിഡ് കിട്ടി. ഈ കാണുന്നതാണ് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അതേപോലെ ഇതാണ് ഒരു ഡിസീസ്, TMV കോസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അതേപോലെ ഇതൊരു ബാക്ടീരിയ ഫേജ് ആണ്. ഇത് ഹെഡ് ഉണ്ട്, കോളർ ഉണ്ട്, ഷീത്ത് ഉണ്ട്, ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു ബാക്ടീരിയ ഫേജ്. അതേപോലെ തന്നെ നമുക്കിപ്പം ആനിമൽസിൽ കാണുന്ന ഡിസീസ് ഉണ്ടല്ലോ, ആനിമൽസിൽ കാണുന്ന വൈറൽ ഡിസീസ്, അത് മംസ് ഉണ്ട്, മംസ്, അതേപോലെ തന്നെ സ്മോൾ പോക്സ്, അതേപോലെ ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, പിന്നെ എയ്ഡ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ആനിമൽസിൽ കാണുന്നത്. ഈ പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിലോ, പ്ലാന്റ്സിൽ എന്തൊക്കെ ഡിസീസാണുള്ളത്, ലീഫിന്റെ റോളിങ്, അല്ലെങ്കിൽ ലീഫിന്റെ കേളിങ്, ലീഫിന്റെ റോളിങ് അല്ലെങ്കിൽ കേളിങ്. അതേപോലെ തന്നെ യെല്ലോയിഷ് കളറാണ്. ഓക്കെ, യെല്ലോയിഷ് കളർ വരിക, അതൊക്കെയാണ്. അതേപോലെ സ്റ്റണ്ടഡ് ഗ്രോത്ത്, സ്റ്റണ്ടഡ് ഗ്രോത്ത് മർഡിച്ച്, ഇതൊക്കെയാണ് പ്ലാന്റ്സിൽ കാണുന്നത്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് നോക്കിയാൽ ഇപ്പം വൈറസ്, വൈറോയിഡ്സ്, വൈറസിന്റെ അകത്ത് പറഞ്ഞാൽ വിറ്റേക്കിൽ ഒരു ക്ലാസിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കോമൺ കോൾഡ്, ഫ്ലൂസ് ഒക്കെ എന്താണ്, വൈറസ് ആണ് ഇൻഫെക്ട് ചെയ്യുന്നത്. അപ്പോൾ വൈറസ് എന്താ, നോൺ സെല്ലുലാർ ഓർഗാൻസ് ആണ്. അവർക്ക് എന്തുണ്ട്, ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ട്, ലിവിങ് സെല്ല് അപ്പുറത്ത്. ഓക്കെ, അതേപോലെ അവർ നമ്മുടെ സെല്ലിനെ ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ അവരെന്താ, നമ്മുടെ സെല്ലിന്റെ എല്ലാ മെഷീനറി അവർ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, വൈറസ് അല്ലെങ്കിൽ വെനം എന്ന് പറഞ്ഞാൽ പോയിസണസ് ഫ്ലൂയിഡ്. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് ആണ്. ദിമിത്രി ഇവാനോവ്സ്കി 1892 കണ്ടുപിടിച്ചു. അതെങ്ങനെയാ, ഒരു ടൊബാക്കോ പ്ലാന്റിന് മുകളിലുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഈ MW വിജൻ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ നടത്തി 1898 അങ്ങനെ ഇൻഫെക്റ്റഡ് പ്ലാന്റ്സിലേക്ക് അത് കോസ് ചെയ്യുന്നത് മനസ്സിലായി. അങ്ങനെയാണ് അതിന് ഈ എന്താ പറയുക, വൈറസിന് പേരിട്ടു. കണ്ടാജിയം വൈറം ഫ്ലൂയിഡും ഇൻഫെക്ഷ്യസ് ലിവിങ് ആണ്. പിന്നെ MW സ്റ്റാൻലി വന്ന അതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ടാക്കി. അതെങ്ങനെയാണ് പറഞ്ഞത്, ഇവർക്ക് എന്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതേപോലെ തന്നെ ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്.
ഓക്കെ, അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ ഒന്നെങ്കിൽ RNA ആവാം അല്ലെങ്കിൽ DNA ആവാം. ഒരുമിച്ചിട്ട് RNA വരത്തില്ല, DNA വരത്തില്ല. അപ്പൊ ഇവരുടെ ന്യൂക്ലിയർ പ്രോട്ടീൻ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇൻഫെക്ഷ്യസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട് പ്ലാന്റ്സിൽ. അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആനിമൽസിൽ ഒന്നെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാവും. ഈ ബാക്ടീരിയ കോസ് ചെയ്യുന്നതാണ് ബാക്ടീരിയോഫേജസ്. ഓക്കെ, അത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. പിന്നെ ഇവർക്ക് ഈ പ്രോട്ടീൻ കോട്ട്, അത് നമ്മൾ ക്യാപ്സുൽ എന്ന് വിളിക്കുന്നത്. അതിന് സബ് യൂണിറ്റ്സിന് ക്യാപ്സോമിയർ എന്ന് വിളിക്കുന്നു. അത് ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെലിക്കറ്റ് അല്ലെങ്കിൽ പോളിഫിറ്റർ അല്ലെങ്കിൽ ജിയോമെട്രിക് ഫോംസ് ആണ്. ഈ വൈറസ് കോസ് ഡിസീസ് ആനിമൽസ്, മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ് ഹ്യൂമൻസിലും. ഓക്കെ, അതുപോലെ പ്ലാന്റ്സിലാണെങ്കിൽ ലീഫിന്റെ റോളിംഗ്, പേർലിംഗ്, യെല്ലോയിങ് ഒക്കെ വരും. ഗ്രീൻ ക്ലിയർ, ഡ്വാർഫ്, സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. ഓക്കെ, ഇനി അടുത്തതാണ് വൈറോയിഡ്സ്. അപ്പം എന്താണ് വൈറോയിഡ്സ് എന്നാൽ അത് 1971 ടിഒ ഡാനർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് വൈറസിനേക്കാളും ചെറുതാണ്, സ്മോളർ ദാൻ വൈറസ്. ബാക്ടീരിയനേക്കാളും ചെറുതാണ് ആര്? വൈറസ്. വൈറസിനേക്കാളും ചെറുതാണ് ആര്? വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് എന്തില്ല? ഇവർക്ക് പ്രോട്ടീൻ കോട്ട്, ഇറ്റ് ലാക്ക് പ്രോട്ടീൻ കോട്ട്. അതേപോലെ തന്നെ ഇവരുണ്ടാകുന്ന ഡിസീസ് എന്താ? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഓക്കെ, PSTD എന്ന് പറയും. ഓക്കെ, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഇതൊരു ഫ്രീ RNA, അതിനെന്തില്ല? പ്രോട്ടീൻ കോട്ടില്ല. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിനെ നമുക്ക് വൈറോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ RNAക്ക് ലോ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും. വൈറോയിഡ്സിന്റെ RNAക്ക് ലോ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്താണ് പ്രയോൺസ്. പ്രയോൺസ് പറഞ്ഞാൽ നമ്മൾ മോഡേൺ മെഡിസിനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ന്യൂറോളജിക്കൽ ഡിസീസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഏജന്റാണ്. അതേപോലെ തന്നെ ഇവര് സ്മോളർ ഇൻ സൈസ് ആണ്, വൈറസിനേക്കാളും സ്മോളർ ആണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ പ്രയോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇവരുണ്ടാകുന്ന മേജർ ഡിസീസ് ആണ് BSC, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. അതേപോലെ തന്നെ മാഡ് കൗ ഡിസീസ് ആണ് ഇത് കോമൺ. അതായത് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി പറഞ്ഞ ഡിസീസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് മാഡ് കൗ ഡിസീസ്. അത് കാറ്റിലാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ CJD ഡിസീസ്, ജാക്കബ് ഡിസീസ് ഹ്യൂമൻസിൽ കോസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് നമുക്ക് പഠിക്കാറുള്ളത് ലൈക്കൻ ആൻഡ്. ഇതുവരെയുള്ള നമ്മുടെ വൈറോയിഡ്സ്, പ്രയോൺസ്. ഓക്കെ, ഇനി അടുത്താണ് ലൈക്കൻ. ലൈക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സിംബയോട്ടിക് അസോസിയേഷൻ. ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ ആൽഗയും അതേപോലെ തന്നെ ഫംഗയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ഇവിടെ രണ്ടുപേരും മ്യൂച്വലി അവർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും? ഇപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മുടെ ആൽഗൽ കോമ്പണന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫൈക്കോബയോൺ. അതേപോലെ ഫംഗൽ കോമ്പണന്റിനെ വിളിക്കുന്ന പേരാണ് മൈക്രോബയോൺ. ഈ മൈക്രോ എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ്. ഓക്കെ, മൈക്രോ എന്ന് പറഞ്ഞാൽ ഫംഗൽ. അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഫംഗൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോബയോൺ ആണ്, ആൽഗൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഫൈക്കോബയോൺ ആണ്. ഇവരെന്താണ്? ഓട്ടോട്രോഫിക് ആണ്, അതേപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ആണ്. അപ്പം ഈ ആൽഗയാണ് ആര്? ഓട്ടോട്രോഫിക്. ഫംഗി എന്താ? ഹെറ്ററോട്രോഫിക് ആണ്. ഓക്കെ, സോ ഈ ആൽഗ എന്താ ചെയ്യുന്നത്? ആൽഗ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഫംഗി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. അതേപോലെ തന്നെ ഇവർ വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇവർ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ഇവർ ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ലൈക്കൻ ആഴ്ചയുള്ളത് ആൽഗയുണ്ട്, ഫംഗയുണ്ട് അല്ലെ? ആൽഗയുണ്ട് അതേപോലെ തന്നെ ഫംഗയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ആൽഗ നമ്മൾ എന്താ വിളിക്കുക? ഫൈക്കോബയോൺ. ഫൈക്കോബയോൺ. ഫംഗ എന്താ? മൈക്രോബയോൺ. ഓക്കെ, ഇത് ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക്. ഇതെന്താ? ഹെറ്ററോട്രോഫിക്. ഇത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു.
ഇത് ഷെൽട്ടർ വാട്ടർ മിനറൽസ് ഒക്കെ കൊടുക്കുന്നു. ഇവരെന്താണ് ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇവരെവിടെ വളരൂല? പൊല്യൂട്ടഡ് ഏരിയയിൽ വളരില്ല. പൊല്യൂട്ടഡ് ഏരിയയിൽ ഇവര് വളരില്ല. സോ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ഇത്രയും വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ നല്ല മാർക്ക് ബോർഡ് എക്സാമിന് വാങ്ങാൻ കഴിയും. അതേപോലെ തന്നെ നീറ്റ് എക്സാമിനും വാങ്ങാൻ കഴിയും. നീറ്റ് എക്സാമിന് ഇമ്പോർട്ടന്റ് ഏരിയ ലൈക്കാനൊക്കെ ചോദിച്ചാൽ ചില സമയത്ത് വൈറോയിഡ്സ്, അതേപോലെ RS 50 അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ. പിന്നെ പൊട്ടിസ്റ്റേയും ചില ഫൈറ്റ്സ് ഡെസ്റ്റിൻസിന്റെ ഭാഗത്തൊക്കെ ചോദ്യങ്ങൾ കാണാനുണ്ട്. ഓക്കെ, സോ നമ്മുടെ ചാനൽ കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.